ഓഫീസിലെ ജോലി തിരക്കുകൾ കഴിഞ്ഞ് ഫസ വീട്ടിലെത്തുമ്പോൾ ശരീരം മാത്രമല്ല മനസ്സും തളർന്നിരുന്നു. പ്രസവം കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിച്ചതിന്റെ ക്ഷീണം അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ആ സമയത്താണ് ഉമ്മ തന്റെ മകനെ ഫോണിൽ വിളിക്കുന്നത്. മോനെ, വരുമ്പോൾ എനിക്ക് കുറച്ച് ഗുളിക വാങ്ങി വരണേ. ഇന്ന് രാവിലെ മുതൽ നെഞ്ചിലൊരു ഭാരം. ഫസയോട് പറയണ്ട എന്ന് കരുതിയ പാവം. അവൾ ഓഫീസിലെ പണി കഴിഞ്ഞ് മടുത്തുട്ടല്ലേ വരുന്നത്. പതിവ് പോലെ മകൻ വീട്ടിലെത്തിയത് ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയായിരുന്ന ഫസക്ക് നേരെ അവൻ പൊട്ടിത്തെറിച്ചു. ഉമ്മാക്ക് വയ്യാതിരുന്നിട്ടും നീ എന്താ എന്നെ വിളിച്ചു പറയാതിരുന്നത്? ഇവിടെ ഒരു വയസ്സായ ഉമ്മയുള്ള കാര്യം നീ ഓർക്കുന്നുണ്ടോ? ഫസ അമ്പരന്ന് പോയി. കാരണം അവൾ വരുമ്പോൾ ഉമ്മ സന്തോഷത്തോടെ TV കാണുകയായിരുന്നു. അപ്പോഴാണ് മുറിയിൽ നിന്നും അവശത അഭിനയിച്ച് ഉമ്മ ഇറങ്ങി വരുന്നത്. അയ്യോ മോനെ, നീ അവളെ വഴക്ക് പറയണ്ട. ചായ ചോദിച്ചപ്പോൾ ഇപ്പോ തരാമെന്ന് പറഞ്ഞതാ. ഒരു അരമണിക്കൂർ വൈകിയെന്ന് കരുതി എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉമ്മ എപ്പോഴാ ചായ ചോദിച്ചത്? കണ്ടോ മോനെ, ഞാൻ കള്ളം പറയുകയാണെന്ന്. സാരമില്ല, എന്റെ വിധി ഇങ്ങനെയൊക്കെയാ. എനിക്ക് ചായയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഉമ്മയുടെ കണ്ണുനീർ കണ്ട മകൻ ഫസയോട് ആക്രോശിച്ചു. ഉമ്മ ഒരു ചായ ചോദിച്ചപ്പോ കൊടുക്കാൻ നിനക്ക് സൗകര്യമില്ലെങ്കിൽ നീ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നത്? മകൻ അകത്തേക്ക് പോയപ്പോൾ ഉമ്മ തിരിഞ്ഞു നോക്കി ഫസയെ പരിഹസിച്ച് ചിരിച്ചു. നീ എത്ര സ്നേഹിച്ചാലും ഈ വീട്ടിൽ നീ എപ്പോഴും വില്ലത്തി തന്നെയായിരിക്കും. ചിലർ അങ്ങനെയാണ്. സ്നേഹം ഒരു മുഖംമൂടിയാക്കി കുടുംബ ബന്ധങ്ങളെ വിഷം കലർത്തുന്നവർ. സ്വന്തം പങ്കാളിയെ വിശ്വസിക്കുന്നതിന് പകരം ഇത്തരം കളികളിൽ വീണുപോകുന്ന മക്കളുള്ളിടത്തോളം കാലം ഫസമാരുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി തുടരും.